ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഓഫീസുകളിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു വാല്യൂ തരാം. നമ്മുടെ 100% കൊടുത്താലും ഒരു വാല്യൂ കിട്ടാതെ നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് എപ്പോഴും ഷൗട്ട് ചെയ്യുന്ന നമ്മുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ ബോസസിനെ ഒക്കെ നമുക്ക് എങ്ങനെ, അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്ക് കടന്നു പോകും അല്ലേ? അപ്പോൾ ഈ ഡിപ്രഷനിൽ നിന്ന് നമ്മുടെ മനസ്സിനെ എങ്ങനെ നമ്മൾ പോസിറ്റീവ് വൈബാക്കാം, ഇതൊരു ഫണ്ണി ട്രിക്സ് ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ നിങ്ങളെ വഴിതെറ്റിക്കുവാണ്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ അത് തെറ്റല്ലേ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡാണ്. അപ്പോൾ നമ്മൾ എന്ത് നോക്കിയിട്ടും ഈ നെഗറ്റീവ് വൈബിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു നല്ല കാര്യമാണ്. നല്ലതാണോ എന്ന് ചോദിച്ചാൽ അവനവൻ്റെ മനസാക്ഷി പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തറിയാവുന്ന ഒരു 10 ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു 5 ഫ്രണ്ട്സിനോട് നമ്മൾ സ്ഥിരം ബുദ്ധിമുട്ടിക്കുന്ന നമ്മുടെ ഈ ബോസിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ മേലധികാരിനെ പറ്റി ഒരു 5-6 കുറ്റം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു ചെറിയ ഒരു എനർജി കിട്ടും. ഒരു 40% അല്ലെങ്കിൽ ഒരു 20% ഓഫ് എനർജി നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു മനസ്സിൻ്റെ ആശ്വാസം കിട്ടും. അവർക്കുള്ള കുറ്റമല്ലേ നമ്മൾ പറയുന്നുള്ളൂ, ഇല്ലാത്ത കുറ്റം പറയത്തില്ലല്ലോ. അപ്പം ഇതൊരു നല്ല ട്രിക്കാണ് കേട്ടോ. നിങ്ങൾക്കിത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ വേറൊരു ഫണ്ണി ട്രിക്കാന്ന് വെച്ചാൽ, ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഫഹദ് ഫാസിലിൻ്റെ ഫിലിമിലാണെന്ന് തോന്നുന്നു. പുള്ളിക്ക് ഇങ്ങനെ ഇതുപോലെ ബോസിനോട് ദേഷ്യം വരുമ്പോൾ ഇതേ ട്രിക്ക് നമുക്കിപ്പോൾ നമ്മളോട് പുള്ളിനെ അടിക്കാനുള്ള ദേഷ്യമുണ്ട്, ഒരു വഴിയില്ല, നമുക്ക് അടിച്ചാൽ നമ്മുടെ ജോലി പോകും. അപ്പോൾ നമുക്ക് പരസ്യമായിട്ട് പുള്ളിനെ അടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഉടനെ അടുത്തുള്ള നിയർ ബൈ ടോയ്ലറ്റിൽ പോവുക, മനസ്സ് നന്നായിട്ട് കൂളായിട്ടിരിക്കുക. നമ്മുടെ തൊട്ട് മുന്നിൽ നമ്മളെ ചീത്ത വിളിച്ച അല്ലെങ്കിൽ നമ്മളുടെ ഈ മേലധികാരി ഉണ്ടെന്ന് നന്നായിട്ട് അങ്ങ് സങ്കല്പിക്കുക. ആട്ടാപ്പാട്ടെല്ലാം മുഖത്തിനിട്ട് നോക്കി ഒരു 5-6 അടി കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നന്നായിട്ട് ഒരു ദാക്ഷിണ്യവും വേണ്ട, പരമാവധി ഫോഴ്സിൽ പഞ്ച് ചെയ്യുക. ഇമാജിൻ ബാത്റൂം അല്ലേ, ആരും കാണത്തില്ല, സമീപപ്രദേശത്തൊന്നും ആരുമില്ല. അപ്പോൾ ആട്ടപ്പെട്ടെല്ലാം പഞ്ച് കൊടുക്കുക, വേണമെങ്കിൽ ഒരു കിക്ക് കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പം ഇങ്ങനെയും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീണ്ടും പോയ 100%-ൻ്റെ ഓൾറെഡി ഒരു 20% കുറ്റം പറഞ്ഞ് അപ്പം നമുക്ക് ബാക്കിയുള്ള ഈ പഞ്ച് കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ കിക്ക് കൊടുക്കുന്നതിലൂടെ ഒരു 40% എനർജി വീണ്ടും നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി 60 നമുക്ക് പഞ്ചിൽ കുറ്റം പറച്ചിലൂടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു ആശ്വാസം ഫീൽ ചെയ്യും. നിങ്ങൾ ട്രൈ ചെയ്ത് എന്തായാലും സക്സസ്ഫുൾ ആവട്ടോ, ഒന്നും പേടിക്കേണ്ട. ആർക്കും ഒരു ഉപദ്രവമില്ല, നമ്മൾ മനസ്സിൽ കൂടെ ചെയ്യുന്ന ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ മാത്രം. ഓക്കെ, അതുകൊണ്ട് ഇതേക്കുറിച്ച് ഓർത്ത് നമ്മൾക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ആശ്വാസത്തിനല്ലേ, മനസ്സുഖത്തിനല്ലേ. അപ്പോൾ ധൈര്യമായിട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ മൂന്നാമത്, നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുക. അപ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ട് നീണ്ടു നിവർന്ന് കിടക്കുക, ഡീപ് ബ്രീത്ത് എടുക്കുക, നല്ല സ്വപ്നം കാണുക. നല്ല സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പം അവരൊരു പൊസിഷനിലായിരിക്കുമല്ലോ, അപ്പം നമ്മളെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരിക, നമ്മൾ നിൽക്കുന്ന പൊസിഷനിലേക്ക് അവരെ കൊണ്ടുവരിക. അവരെ കൊണ്ടുവന്നിട്ട് അവരെ അട്ടപ്പാട്ടെല്ലാം ചീത്ത വിളിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ വല്ലാത്ത ഒരു റിലീഫായിരിക്കും നമുക്ക് ഈ ഒരു ആക്ഷൻ, ഈ ഒരു ട്രിക്കിലൂടെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ സ്വപ്നം കാണുന്നു, നമ്മളത് റിയലാണെന്ന് വിചാരിക്കുന്നു, ചിരിക്കുക, എൻജോയ് ചെയ്യുക. ആ മൊമെൻറ്റ് നമ്മൾ പറഞ്ഞറിയിക്കാൻ വിധത്തിൽ നമുക്ക് ആ മൊമെൻറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓൾറെഡി 60, അടുത്ത 20% എനർജിയുടെ നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കരുത്. ഇത് വളരെ എഫക്റ്റീവായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ വർക്കിന് വാല്യൂ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത, അത് നമുക്ക് എപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു സഹോദരി അല്ലെങ്കിൽ സഹോദരനെ കാണുമ്പോൾ എന്തായാലും, അത് ചിലപ്പോൾ ഡെയിലി കാണുന്നവരായിരിക്കും. അപ്പോൾ ഡെയിലി കാണുന്നവരാണെങ്കിൽ അവരെ ഓഫീസിൽ ചെന്ന് നമുക്ക് ഒന്നുകൂടെ മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് മീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മന്ത്ലി വൺസ് എപ്പം ഈ വ്യക്തിയെ കണ്ടാലും ആ കാണുന്ന മൊമെൻറ്റ്, ചിലപ്പോൾ നമ്മൾ ദൂരേനെ കാണുമല്ലോ, അപ്പോൾ കാണുന്ന മൊമെൻറ്റിൽ ഇവരെ കണ്ടിന്യൂസ് ചീത്ത വിളിക്കുക, മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ട് അടുത്ത് ചെന്നിട്ട് മനോഹരമായിട്ട്, ഈ സ്റ്റെപ്പ് നിങ്ങൾ പിൻവലിക്കരുത്, മനോഹരമായിട്ടൊരു വിഷും ഒരു ഗ്രീറ്റിങ്സ്, ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ, അല്ലെങ്കിൽ നല്ലൊരു ചിരിയും കൂടി പാസ്സാവുക, പോരാന്നേരം ഒരു ബൈയും കൂടി പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ ഈ 4 ട്രിക്സ് കൂടി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട 100% എനർജി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരും. നിങ്ങൾ നോക്കിയോ, ട്രൈ ചെയ്ത്, എന്തായാലും ഇത് എഫക്റ്റീവായിരിക്കും.
പിന്നെ ഇത് നിങ്ങളിങ്ങനെ ചെയ്യുന്നെന്ന് ഓർത്തോട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പം നിങ്ങൾ കുറ്റം ചെയ്തല്ലോ, ഓഫ് കോഴ്സ് നമുക്കൊരു മാനസിക വിഷമമായിരിക്കും. ഇവരെ ചീത്ത വിളിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചല്ലോ, ഇവരടിക്കുന്നതായിട്ട് നമ്മൾ അല്ലെ കുറ്റം പറഞ്ഞു. പരസ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇതിനകത്ത് ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു എന്നുള്ള. അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുമ്പസാരമുണ്ട്. അപ്പോൾ ഈ കുമ്പസാരത്തിൽ നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കുമല്ലോ, കുമ്പസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്, പിതാവേ ഞാൻ ചെയ്തു പോയ പാവങ്ങളെക്കുറിച്ച് ഞാൻ മാപ്പ് ചോദിക്കുന്നെന്ന്. അത് നല്ല ഒച്ചത്തിൽ പിതാവിനോട് അച്ഛനോട് പറഞ്ഞ് കേൾപ്പിക്കുക. രണ്ടാമത്തെ സെൻറ്റൻസ് ഇച്ചിരി പതിയെ പറഞ്ഞോളാം, പിതാവേ ഞാൻ ചെയ്യാൻ പോകുന്ന പാവങ്ങൾക്കൂടെ മാപ്പ് അപേക്ഷിക്കുന്നു കേട്ടോ എന്ന്. അപ്പോൾ നമുക്കൊരു മനസ്സിനൊരു ആശ്വാസം കിട്ടും. ഇനി ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങൾക്കൊരു കാണിക്ക കൂടുതലിടാം, മുസ്ലിങ്ങളാണെങ്കിൽ നമുക്കൊരു പുണ്യം കൂടുതൽ ചെയ്യാം, നല്ല പുണ്യം. ഇത് നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങനെ ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്നത്. അല്ലെങ്കിൽ വലിയ കുറ്റത്തിലേക്ക് പോകാം, എന്ത് കുറ്റം സംഭവിക്കുക അല്ലെങ്കിൽ എന്ത് തെറ്റാ സംഭവിക്കുക. നമ്മളെ ഇമാജിൻ നമുക്കൊരു വാല്യൂവും കിട്ടുന്നില്ല, നമ്മളെ ഡെയിലി ചീത്ത വിളിക്കുന്ന ഇങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓഫ് കോഴ്സ് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. ചിലപ്പോൾ ഡിപ്രഷൻ മൂത്ത് സൂയിസൈഡിലേക്ക് വരെ പോകുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ അതിനേക്കാട്ടിലും എത്രയോ ഭേദമാണ് നമുക്കിവിടെ വെച്ച് നമ്മൾ നിർത്തുന്നത്. അപ്പോൾ അത് പിൻവലിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ കുറ്റങ്ങളെ നമുക്ക് ദൈവം നമ്മളോട് ക്ഷമിക്കുമെന്ന് വിചാരിക്കാം. ദൈവം നമ്മളോട് ക്ഷമിക്കും. കാരണം നമ്മൾ ഇത്രയും ഡിപ്രഷനിലാണെന്ന് ദൈവത്തിനും അറിയാമല്ലോ. വേറെ മാർഗ്ഗമില്ല, നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാതെ ഈ ചീത്തവിളി കിട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഈ വാല്യൂ തരാത്ത ആളുകളുടെ പിന്നെ പ്രഹസനങ്ങൾ കേട്ടുകൊണ്ട് അവസാനിപ്പിക്കാനുള്ള അല്ല നമ്മുടെ ജീവിതം. നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം, നമുക്ക് ഇനിയും ഉയരണം, നമുക്ക് ഇനിയും സക്സസ്ഫുൾ ആവണം. ഒറ്റ മാർഗ്ഗമുള്ളൂ, നമ്മൾ നെഗറ്റീവ് വൈബ് മാറ്റി പോസിറ്റീവ് വൈബ് ആക്കണം. പോസിറ്റീവ് വൈബ് ആവണമെങ്കിൽ നമ്മൾ അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരു രക്ഷയില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇനിയും കൂടുതൽ വർക്ക് ചെയ്താൽ ചിലപ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടും. ഇതൊന്നും നടക്കാൻ പോകത്തില്ല. ഇത് നടക്കാനുള്ള ചാൻസ് വളരെ 25% ലെസ്സാണ്. അപ്പം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഡിപ്രഷൻ വീണ്ടും കൂടും. അതിനെക്കാട്ടിലും ഒരു 4 എളുപ്പ വഴിയിലൂടെ നമുക്ക് നമ്മുടെ പോസിറ്റീവ് വൈബിനെ തിരിച്ചു പിടിക്കാം. നമ്മൾ നല്ല ഉഷാറായിട്ട് ജോലി ചെയ്യാം, മുന്നോട്ട് പോകാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.